വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. ദേശീയ ആരോഗ്യ മിഷന്റെ 1.80 കോടി രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ 95 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത്. നിർമ്മാണം തുടങ്ങി 6 മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. നിലമ്പൂർ ആശുപത്രിയിലെ മലിനജലം ശുദ്ധീകരിച്ച് പുനരുപയോഗിക്കാൻ STP സ്ഥാപിക്കുന്നതിലൂടെ സ്ഥാപിക്കും. ജില്ലാ ആശുപത്രിയിൽ നടന്ന ചടങ്ങ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. നിലമ്പൂർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്ന ഒരു ഘട്ടമാണ് ഇത്. നമ്മുടെ അമ്മയും കുഞ്ഞും ബ്ലോക്ക് വളരെ വേഗം നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. 70% നിർമ്മാണം പൂർത്തിയായി. നിർമ്മാണം നിലച്ചുപോയ ഒരു പ്രോജക്റ്റ് 16 കോടി രൂപയിലാണ് നമ്മളിപ്പോൾ അത് നിർമ്മിക്കുന്നത്. അതും കൂടാതെ ഒട്ടനവധി അടിസ്ഥാന സൗകര്യ വികസനം ഈ കാലഘട്ടത്തിൽ നിലമ്പൂരിൽ നമുക്ക് സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ STP ഇവിടുത്തെ ഏറ്റവും വലിയ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നായിരുന്നു നമുക്കൊരു സ്യൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാവുക എന്നുള്ളത്. അതിപ്പോൾ 1.80 കോടി രൂപ നമ്മുടെ സ്റ്റേറ്റ് മിഷന്റേതായി അനുവദിച്ച് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ 80 ലക്ഷം രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഈ നിർമ്മാണം സാധ്യമാക്കുന്നത്. തീർച്ചയായിട്ടും ഈ STP കൂടി സാധ്യമാകുന്നതോടുകൂടി എല്ലാ തരത്തിലും അതിലെ ക്വാളിറ്റി, സേവന ഗുണനിലവാരവുമായിട്ട് ബന്ധപ്പെട്ടും അണുബാധ മുക്തമാക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരു പടി കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് നിലമ്പൂർ ആശുപത്രി. ആശുപത്രിയിൽ നിലവിലുള്ള 306 കിടക്കകളും ഭാവിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വാർഡിൽ ഉണ്ടാകാവുന്ന 100 കിടക്കകളും ഉൾപ്പെടെ കിടത്തി ചികിത്സാ വിഭാഗത്തിലെയും ഡയാലിസിസ് യൂണിറ്റിലെയും ലാബിലെയും 2000-ഓളം രോഗികൾ ദിവസേന എത്തുന്ന ഔട്ട് പേഷ്യന്റ് അത്യാഹിത വിഭാഗത്തിലെയും മുഴുവൻ മാലിന്യങ്ങളും ശുദ്ധീകരിക്കാൻ പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലൂടെ സാധിക്കും. പ്ലാന്റ് വഴി ശുദ്ധീകരിച്ച ജലം പൂന്തോട്ടത്തിലെ ആവശ്യത്തിന് ഉപയോഗിക്കാം. ഇതിലൂടെ സംസ്കരിക്കാതെ ഭൂമിയിലേക്ക് മലിനജലം ഇറങ്ങുന്നത് തടയുകയും അതിലൂടെ ആശുപത്രി കൂടുതൽ പരിസ്ഥിതി സൌഹൃദമാവുകയും ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ വികസനത്തിന് ജില്ലാ പഞ്ചായത്ത് 22 കോടി രൂപയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പാക്കിയതായും അവർ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിലമ്പൂർ കേന്ദ്രീകരിച്ച് പട്ടികവർഗ വിഭാഗങ്ങൾക്കായി മികച്ച ആശുപത്രി ഭാവിയിൽ നിർമ്മിക്കുമെന്ന് പറഞ്ഞു. ഇതിനായി മൂത്തേടത്ത് 5 ഏക്കർ സ്ഥലം നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. പാലക്കാടും വയനാടും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആദിവാസി കുടുംബങ്ങളുള്ളത് നിലമ്പൂരിലാണെന്നും ഇസ്മായിൽ മൂത്തേടം പറഞ്ഞു. ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, NHM ജില്ലാ പ്രൊജക്ട് മാനേജർ ഡോക്ടർ TN അനു, RMO ഡോക്ടർ KK പ്രവീണ, HMC അംഗങ്ങളായ KT കുഞ്ഞാൻ, ജസ്മൽ പുതിയറ, ജോർജ് M തോമസ്, CPM ഏരിയ സെക്രട്ടറി K മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിന് ശേഷം ആശുപത്രി മാനേജ്മെന്റ് യോഗവും നടന്നു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.